അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ 1769 കോടി രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. നാളെയും മറ്റന്നാളും രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഈ പെനാൽറ്റി ഇപ്പോൾ ഏറ്റവും തന്നിരിക്കുന്ന നോട്ടീസ് ഞങ്ങൾ 1800 കോടി രൂപ അടക്കണം എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യം കശാപ്പ് ചെയ്യാനും കൊല ചെയ്യാനും വേണ്ടി, എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ജനങ്ങളോട് പറയാനാണ് ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യ ജനാധിപത്യത്തിന് പേരുകേട്ട രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയോട് ചെയ്യുന്ന സംഭവമാണിത്. ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകാൻ ബൽറാം നെടുങ്ങാടിയുണ്ട്. അതിനോട് AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. മനീഷ് മഹിപാൽ അവിടെ നിന്നും KC വേണുഗോപാലിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, പ്രതിപക്ഷത്തെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് ഈ ആദായ നികുതി വകുപ്പ് കടന്നിരിക്കുന്നു എന്ന ആക്ഷേപമാണ് KC വേണുഗോപാൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോൾ 1769 കോടി രൂപ അടയ്ക്കണം എന്നതാണ് ആദായ നികുതി വകുപ്പ് നൽകിയിരിക്കുന്ന നോട്ടീസ്. എന്താണ് നോട്ടീസിൽ പറയുന്നത്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ഏറ്റവും വലിയ വെല്ലുവിളി ആയിരിക്കുന്നത് സാമ്പത്തിക ഞെരുക്കം തന്നെയാണ്. അതിൽ പ്രധാന കാരണമായിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ നടപടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പായാണ് കോൺഗ്രസിന്റെ ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കുന്നത്. 3 സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകൾ അടയ്ക്കാൻ വൈകി എന്ന് കാണിച്ചാണ് 7 വർഷത്തിന് ശേഷം ഈ നടപടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2013 മുതൽ 2017 വരെയുള്ള കാലങ്ങളിലുള്ള ആദായ നികുതിയുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി ആദായ നികുതി വകുപ്പിൽ നിന്നും ഉണ്ടായത്. എന്നാൽ സാധാരണ നിലയിൽ ഇത്തരം നടപടിക്ക് മുമ്പായി നോട്ടീസുകൾ നൽകാറുണ്ട്. കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിയമ പോരാട്ടം നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം 2014 മുതൽ 17 വരെയുള്ള ആദായ നികുതി എന്നുള്ളത് പുനഃപരിശോധിക്കാനുള്ള ഈ ആദായ നികുതി വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ആദായ നികുതി വകുപ്പ് അതിന്റെ വഴിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് 1769 കോടി രൂപയുടെ ഈ പിഴയും ഒപ്പം തന്നെ പലിശയും ചേർത്ത് ഇത്രയും തുക അടയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ കാണിച്ച കാലാവധിക്ക് ഒപ്പം തന്നെ 2017 മുതൽ 2021 വരെയുള്ള മറ്റ് 4 വർഷത്തെ കൂടി ആദായ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കണക്ക് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി കെജ്രിവാളിന്റെ അറസ്റ്റ്, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച വിഷയത്തിലുമാണ് UN-ന്റെ വക്താവ് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ സാധാരണ ജനാധിപത്യ രാജ്യങ്ങൾക്ക് സമാനമായി തന്നെ ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുമുള്ള പ്രതികരണമാണ് UN ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് KC വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ അതിന്റെ വിവരങ്ങൾ നൽകും. മനീഷ്, KC വേണുഗോപാൽ എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? ആദായ നികുതി വകുപ്പിന്റെ ഈ നടപടികളെ ഏത് നിലയ്ക്ക് നേരിടാനാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്? ഈ വിവരങ്ങളാണ് നമുക്കറിയാനുള്ളത്. അതിൽ KC വേണുഗോപാലിന്റെ പ്രതികരണം വളരെ പ്രസക്തമാണ്. നമുക്കതിലേക്ക് വരാം. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ബൽറാമിലേക്ക് പോയ ശേഷം മനീഷിലേക്ക് മടങ്ങി വരാം. ബൽറാം, ഈ ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളായി വ്യാഖ്യാനിക്കപ്പെടും. കോൺഗ്രസിന്റെ പ്രതിഷേധം ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പോലും ഇതിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു എന്ന് നേരത്തെ ബൽറാം ചൂണ്ടിക്കാട്ടി. BJP കേന്ദ്രങ്ങൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ?
ഗോപികൃഷ്ണൻ, ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഈ 2014 മുതൽ 17 വരെയുള്ള ആദായ നികുതി റിട്ടേൺസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കളാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സാഹചര്യം വിശദീകരിച്ചത്. ഈ ഘട്ടത്തിൽ കടുത്ത ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു കോൺഗ്രസ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ BJPയുടെ രണ്ടാം നിര നേതാക്കളാണ് ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ആദായ നികുതി അടയ്ക്കേണ്ടത് ഓരോ പൗരന്റെയും പാർട്ടിയുടെയും സംഘടനയുടെയും ഉത്തരവാദിത്തമാണ് എന്നും അത് നടത്തിയില്ല എങ്കിൽ അതിനെതിരെ നടപടിയുണ്ടാകുമെന്നും ആദായ നികുതി വകുപ്പ് സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് എന്നതും അടക്കമുള്ള പ്രതികരണങ്ങളാണ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്നാണ് കോൺഗ്രസിന്റെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോയതും കോടതിയിൽ നിന്നും തിരിച്ചടി കഴിഞ്ഞ ദിവസം ഏറ്റതും. എന്തായാലും ഈ പുതിയ നോട്ടീസുമായി ബന്ധപ്പെട്ട് 1769 കോടി രൂപ അടയ്ക്കണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ആദായ നികുതി വകുപ്പിന്റെ പുതിയ നോട്ടീസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും BJP കേന്ദ്രങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ഗോപികൃഷ്ണൻ, ഇതിലിപ്പോൾ കോൺഗ്രസിന്റെ മുന്നിലുള്ള വഴികൾ എന്താണ് ബൽറാം? നിയമപരമായി നേരിടുക എന്നുള്ളതാണോ, അതല്ല ഇതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണോ? ഏതിനായിരിക്കും കോൺഗ്രസിന്റെ മുന്നിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്തായിരിക്കും? ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരിക്കുമോ? ഗോപികൃഷ്ണൻ, ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടം എന്നുള്ളത് ഏറെ പ്രതിസന്ധി നിറഞ്ഞതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിൽ ഒരു പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവനായി മരവിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റേതൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ടും ബാങ്ക് അക്കൗണ്ടും മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ അക്കൗണ്ട് അംഗത്വ ഫീ അടക്കം പിരിച്ച അക്കൗണ്ടാണ് മരവിപ്പിക്കപ്പെട്ടതെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രചാരണത്തെ പോലും ഇത് ബാധിക്കുന്നു. അതിന് പണം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് പ്രചരണമാക്കുക, രാഷ്ട്രീയമായി പ്രചരണമാക്കുക, ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ ആക്രമിക്കുന്നു, അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകുന്നു. BJPയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരത്തിലുള്ള നടപടി ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് പ്രചരണമാക്കുക, ഒപ്പം തന്നെ നിയമ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലുള്ള രണ്ട് വഴികൾ. ഇതിൽ നിയമ പോരാട്ടം ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റിരിക്കുന്നു. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാകും കോൺഗ്രസിന്റെ തീരുമാനം. ശരി ബൽറാം, ഏതായാലും നാളെയും മറ്റന്നാളും രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആ സൂചനകൾ നൽകിക്കഴിഞ്ഞു. ആലപ്പുഴയിലായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ഞങ്ങളുടെ പ്രതിനിധി KC വേണുഗോപാലിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ മനീഷ് മഹിപാൽ നമ്മളോടൊപ്പം ഉണ്ട്. മനീഷ്, KC വേണുഗോപാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ അടുത്ത നീക്കങ്ങൾ സംബന്ധിച്ച് എന്ത് സൂചനയാണ് നൽകിയത്? ഗോപികൃഷ്ണൻ, കോൺഗ്രസ് ഒരു മാസക്കാലമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ്. BJP ഇതേ സമയത്ത് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നു എന്ന പ്രതികരണമാണ്. രാവിലെ അപ്രതീക്ഷിതമായിട്ടാണ്, ഇന്നലെ രാത്രി 12:30-യോടെയാണ് KC വേണുഗോപാൽ രാവിലെ ഒരു പത്രസമ്മേളനം നടത്തുന്ന കാര്യം മാധ്യമങ്ങളെ വ്യക്തമാക്കിയത്. രാവിലെ 8:30-ക്ക് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് രാജ്യത്ത് ഇത്തരത്തിൽ കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ദുർബലമാക്കുന്ന രീതിയിൽ കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകം ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തങ്ങളുടെ അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ മരവിപ്പിക്കുകയാണെന്ന് കേജ്രിവാൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൽ 11 പ്രധാനപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് പ്രകാരം ഏകദേശം 62 കോടിയോളം രൂപ ഇതിനോടകം തന്നെ കോൺഗ്രസിൻ്റെ പല അക്കൗണ്ടുകളിൽ നിന്നും ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസം വരുത്തി, അത് റിട്ടേൺ നൽകുന്നതിലെ കാലതാമസം വരുത്തി എന്ന പേരിൽ ഇതുവരെയും 62 കോടിയോളം രൂപ ഈടാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 11 അക്കൗണ്ടിൽ 115 കോടിയോളം രൂപ നിലനിർത്തിയ ശേഷം ബാക്കി തുക ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അത് സാങ്കേതികമായി അത് ഈ ബാങ്ക് അക്കൗണ്ടുകളെ മരവിപ്പിക്കുന്നതിന് തുല്യമാണ്. നേരത്തെ ഈ നോട്ടീസ് ഇന്നലെ രാത്രി വരുന്നതിന് മുൻപ് ഒരു മാസം മുൻപ് നൽകിയ നോട്ടീസിൽ ഉണ്ടായിരുന്നത് 210 കോടിയോളം രൂപ അടയ്ക്കണമെന്നായിരുന്നു. എങ്കിൽ ഇത്തവണ അത് 1076 കോടി രൂപ ഈ ആദായ നികുതി റിട്ടേണും ഒപ്പം തന്നെ അതിൻ്റെ പലിശ ഇനത്തിലെല്ലാം കൂടി ഏകദേശം 1700-ലധികം കോടി രൂപ നിലവിൽ അടയ്ക്കണമെന്നതാണ് കേന്ദ്ര ഏജൻസികൾ, അതായത് മനീഷ് മഹിപാലാണ്
വിവരങ്ങൾ നൽകിയത്. 1769 കോടി രൂപ ആദായ നികുതി വകുപ്പിന് അടയ്ക്കാൻ ഉള്ള നോട്ടീസ് നൽകിയിരിക്കുന്നു കോൺഗ്രസിന്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ആദായ നികുതി വകുപ്പിന്റെ ഈ വരിഞ്ഞു മുറുക്കൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJPയുടെ രാഷ്ട്രീയ പ്രയോഗമാണെന്ന ആക്ഷേപം ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രാജ്യമെമ്പാടും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല നിയമപരമായി ഈ സംഭവത്തെ നേരിടും എന്നാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ പ്രതികരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ.